അപ്പോൾ വെൽക്കം ബാക്ക്. നമ്മൾ ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പി എച്ചിനെ കുറിച്ചാണ്. നമ്മൾ അയോണിക് ഇക്വിലിബ്രിയം കണ്ടിന്യൂ ചെയ്യാണ്. അതിൽ ഒരു ആസിഡിൻ്റെ പി എച്ച് എങ്ങനെ മെഷർ ചെയ്യും? പി എച്ച് പോലെ തന്നെ ബേസിന് അതിൻ്റെ സ്ട്രെങ്ത് എക്സ്പ്രസ് ചെയ്യുന്ന വേറൊരു ടേമാണ് OH മൈനസ്. ഇപ്പോൾ നമ്മൾ തൊട്ട് മുന്നത്തെ സെക്ഷനിൽ ഒരു ആസിഡിൻ്റെ സ്ട്രെങ്ത് അല്ലെ ബേസിൻ്റെ സ്ട്രെങ്ത് എക്സ്പ്രസ് ചെയ്യുന്നത് അതിൻ്റെ ഡിസോസിയേഷൻ കോൺസ്റ്റൻ്റ് ടേമിലാണ് നമ്മൾ പറഞ്ഞു അല്ലേ. ദാറ്റ് ഈസ് KA ബേസ് ആണെങ്കിൽ KB. ഈ KA KBയുടെ വാല്യൂസൊക്കെ നമ്മൾ സിമ്പിളായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ ഒന്നോ രണ്ടോ ഡെസിമൽസിൽ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചൊരു കോൺസെപ്റ്റ് പറഞ്ഞു PKA PKB. അപ്പം അതുപോലെ നമ്മളൊരു ആസിഡിൻ്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ആ ആസിഡിൽ നിന്ന് കിട്ടുന്ന H+ൻ്റെ സ്ട്രെങ്ത് ആണ് അല്ലെ, H+ൻ്റെ amount ആണ്, കോൺസെൻട്രേഷൻ ആണ്. അപ്പോൾ ബേസിൻ്റെ സ്ട്രെങ്ത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ആ ബേസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന OH മൈനസിൻ്റെ കോൺസെൻട്രേഷനാണ്. ഈ H+ൻ്റെയും OH മൈനസിൻ്റെയും കോൺസെൻട്രേഷൻ വേറൊരു രീതിയിൽ, ദാറ്റ് ഇസ് അതിൻ്റെ സ്ട്രെങ്ത്തിൻ്റെ രീതിയിൽ എക്സ്പ്രസ് ചെയ്താൽ അതിനെയാണ് നമ്മൾ PH അല്ലെങ്കിൽ POH എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഈ PH നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞ മാതിരി PH എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഹൈഡ്രജൻ എന്നാണ്. ഹൈഡ്രജൻ, പ്യൂസൻസ് ഓഫ് ഹൈഡ്രജൻ, ഇറ്റ് മീൻസ് സ്ട്രെങ്ത് ഓഫ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ്റെ സ്ട്രെങ്ത്, ഹൈഡ്രജൻ്റെ സ്ട്രെങ്ത് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ടേമാണ് PH. ഈ PH എന്ന ആ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത് സോറൻസൺ എന്ന സയൻറ്റിസ്റ്റാണ്. സോറൻസൺ. ഓക്കെ, അപ്പോൾ ഇത് പറഞ്ഞ പോലെ തന്നെ നമ്മൾ KA വാല്യൂ അത് ഒരു ഹൈ ഇത്തിരി ഒരു കോംപ്ലക്സ് വലിയ വാല്യൂ ആണെങ്കിൽ നമ്മളതിനെ സിമ്പിളായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നത് PKയുടെ ടേമിലായിരുന്നു. PK എന്ന് പറയുന്നത് എന്തായിരുന്നു? മൈനസ് ഓഫ് ലോഗ് KA. അതുപോലെ തന്നെ ആസിഡിൻ്റെ സ്ട്രെങ്ത് ഡിപ്പെൻഡ് ചെയ്യുന്നത് കോൺസെൻട്രേഷൻ ഓഫ് H+ൻ്റെ ടേമിലാണ്. കോൺസെൻട്രേഷൻ ഓഫ് H+ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ആസിഡിൻ്റെ സ്ട്രെങ്ത് കൂടും. കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് പറയാം ബേസ് സ്ട്രോങ്ങർ ആയിട്ട് വരുന്നുണ്ട്. ഈ രണ്ട് പേരെയും നമ്മൾ നെഗറ്റീവ് ലോഗിൻ്റെ ടേമിലാക്കിയാൽ, ഇഫ് യു ആർ എക്സ്പ്രസിങ് മൈനസ് ഓഫ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H+, ദാറ്റ് ബിക്കംസ് ദ PH. അപ്പോൾ PH കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? മൈനസ് ഓഫ് ലോഗ് H+ എടുക്കാം. അപ്പോൾ POH എന്തായിരിക്കും? POH is equal to similarly minus of log concentration of OH മൈനസ്. മനസ്സിലായല്ലോ? അപ്പോൾ ഒരു ആസിഡിലെ H+ൻ്റെ കോൺസെൻട്രേഷൻ്റെ നെഗറ്റീവ് ലോഗാണ് PH. ഒരു ബേസിൽ അല്ലെങ്കിൽ ഒരു സൊല്യൂഷനകത്തുള്ള OH മൈനസിൻ്റെ കോൺസെൻട്രേഷൻ്റെ നെഗറ്റീവ് ലോഗാണ് അതിൻ്റെ POH. അപ്പോൾ ഇതെങ്ങനെ ചെയ്യും, എന്താണ് കാര്യങ്ങൾ എന്നൊക്കെ നമ്മൾ കുറച്ച് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യും. അതിന് മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞു ലോഗ് 10⁻⁴ എന്ന് പറഞ്ഞാൽ ലോഗ് 10⁻⁴ എന്ന് പറഞ്ഞാൽ എക്സാ. ഓക്കെ, ലോഗ് A/B എന്ന് പറഞ്ഞാൽ ആ രണ്ട് നമ്പേഴ്സിൻ്റെ ലോഗിൻ്റെ സമ്മ. എന്താണ് ലോഗ് എന്ന് നിങ്ങൾ തൽക്കാലം അറിയണ്ട. ലോഗ് എന്നൊരു ഒരു ഓപ്പറേഷനാണ്. രണ്ട് നമ്പേഴ്സിൻ്റെ ഫ്രാക്ഷൻ്റെ ലോഗാണ് നമുക്ക് എടുക്കേണ്ടെങ്കിൽ ആ രണ്ട് നമ്പേഴ്സിൻ്റെ ലോഗിനെ സബ്ട്രാക്ട് ചെയ്യുക. ലോഗ് A മൈനസ് ലോഗ് B. ഓക്കെ, ലോഗ് ഇസ് ആക്ച്വലി ലോഗ് 10 1 0 ആണ്. ലോഗ് 10 1 ആണ്. അത് 1ൽ തുടങ്ങി എവിടേക്ക് എത്തും? 10. അപ്പോൾ 0 to 1 വരെ ഉണ്ട്. ലോഗ് 1ൻ്റെ വാല്യൂ 0, ലോഗ് 10ൻ്റെ വാല്യൂ 1. ലോഗ് 100 നോക്കിക്കോ. ലോഗ് 100 എന്ന് പറഞ്ഞാൽ ലോഗ് 10ൻ്റെ സ്ക്വയർ അല്ലേ. ലോഗ് 10² ആണ് 100. അപ്പോൾ ലോഗ് 10⁻⁴ ആണെങ്കിൽ ലോഗ് 100 എത്രയായിരിക്കും? 2. ലോഗ് 1000 3. ഇങ്ങനെ പോകും. അപ്പോൾ ഇതൊന്നും മനസ്സിൽ വയ്ക്കുക. ക്ലിയർ? അപ്പോൾ എന്താണ് PH എന്ന് മനസ്സിലായി. ഇറ്റ് ഈസ് മൈനസ് ലോഗ് H+. എന്താണ് POH? മൈനസ് ലോഗ് OH മൈനസ്. ഈ PHും POHും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. PHും POHും നമ്മൾ അയോണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ പറഞ്ഞു. എന്തായിരുന്നു ഇത്? KW is equal to concentration of H+ into concentration of OH മൈനസ്. H+ൻ്റെയും OH മൈനസിൻ്റെയും കോൺസെൻട്രേഷൻ്റെ പ്രോഡക്റ്റ് ആണ് KW എന്ന് പറഞ്ഞാൽ. ഞാൻ ഈ ഇക്വേഷനിൽ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ലോഗ് എടുക്കാൻ പോകുന്നു വിചാരിക്കാം.
ലോഗ് അപ്ലൈ ചെയ്യാൻ പോവാം. അപ്പോൾ ഇവിടെ എന്തായി? ലോഗ് കെ ഡബ്ല്യു ഇറ്റ് ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡിലൊരു പ്രോഡക്റ്റ് ഇല്ലേ നമ്മുടെ കയ്യിലുള്ള, അല്ലേ? എച്ച് പ്ലസ് ഇൻറ്റു ഒ എച്ച് മൈനസ് എന്നാണ്. അപ്പോൾ എച്ച് പ്ലസിൻ്റെയും ഒ എച്ച് മൈനസിൻ്റെയും പ്രോഡക്റ്റിൻ്റെ ലോഗ് എടുക്കണ്ടേ? ലോഗ് എ ഇൻറ്റു ബി നമ്മൾ എങ്ങനെ എഴുതും? ലോഗ് എ പ്ലസ് ലോഗ് ബി. ഓക്കെ, അപ്പം ഞാനിത് എങ്ങനെ എഴുതി? ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് ഒ എച്ച് മൈനസ്, രണ്ടുപേരുടെയും ലോഗ് എടുത്ത് ആഡ് ചെയ്തു. ഞാൻ ഈ എല്ലാ ടേംസിനെയും മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാം. ഓക്കെ, ദാറ്റ് ബിക്കംസ് മൈനസ് ലോഗ് കെ ഡബ്ല്യു മൈനസ് ലോഗ് എച്ച് പ്ലസ് മൈനസ് ലോഗ് minus log OH minus. What is minus log H plus? pH. Okay, plus minus log OH minus POH. So pH plus POH. This is equal to, അപ്പോൾ എന്തായിരിക്കും മൈനസ് ലോഗ് കെ ഡബ്ല്യു? മൈനസ് ലോഗ് എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ നമ്മൾ പി മേളിൽ എഴുതാം. അപ്പോൾ പി എച്ചും പി ഒ എച്ചും തമ്മിൽ കണക്ഷൻ ഉണ്ട്. പി എച്ച് പ്ലസ് പി ഒ എച്ച് ഇസ് ഈക്വൽ ടു പി കെ ഡബ്ല്യു എന്നാണ്. പി എച്ച് പ്ലസ് പി ഒ എച്ച് ഇസ് ഈക്വൽ ടു പി കെ ഡബ്ല്യു. ക്ലിയർ? സപ്പോസ് ഐ ആം കൺസിഡറിങ് ദ കണ്ടീഷൻ അറ്റ് 25 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ നമ്മുടെ റൂം ടെമ്പറേച്ചർ 25 ഡിഗ്രി സെൽഷ്യസിലാണ് ഞാൻ ഈ കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യാൻ പോകണമെങ്കിൽ പി എച്ച് പ്ലസ് പി ഒ എച്ച് ഇസ് ഈക്വൽ ടു എന്താണ് പി കെ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ? പി കെ ഡബ്ല്യു ഇസ് മൈനസ് ലോഗ് കെ ഡബ്ല്യു. ഓക്കെ, 25 ഡിഗ്രി സെൽഷ്യസിലെ കെ ഡബ്ല്യുവിൻ്റെ വാല്യൂ എത്രയായിരുന്നു? അറ്റ് 25 ഡിഗ്രി സെൽഷ്യസ് കെ ഡബ്ല്യു 10⁻⁻14. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. അയോണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ അറ്റ് 25 ഡിഗ്രി സെൽഷ്യസ് 10⁻⁻14. അപ്പോൾ പി കെ ഡബ്ല്യു ഇസ് ഈക്വൽ ടു പി കെ ഡബ്ല്യു വിച്ച് ഇസ് ഈക്വൽ ടു പി കെ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ മൈനസ് ലോഗ് കെ ഡബ്ല്യു. കെ ഡബ്ല്യു 10⁻⁻14 ആണെങ്കിൽ മൈനസ് ലോഗ് 10⁻⁻14, ദാറ്റ് ഈസ് മൈനസ് ലോഗ് കെ ഡബ്ല്യു. ലോഗ് 10⁻⁻14 മൈനസ് 14 അല്ലേ? അപ്പോൾ പി കെ ഡബ്ല്യു എന്ന് പറയുന്നത് മൈനസ് ലോഗ് കെ ഡബ്ല്യു ആണ്. ലോഗ് കെ ഡബ്ല്യു നമുക്കറിയാം 25 ഡിഗ്രി സെൽഷ്യസിൽ 10⁻⁻14 ആണ്. അപ്പോൾ ലോഗ് 10⁻⁻14 ലോഗ് 10⁻x ആണ്. അപ്പോൾ ലോഗ് 10⁻⁻14 മൈനസ് 14 ആയി. മൈനസ് ഇൻറ്റു മൈനസ് 14 എന്തായി? പ്ലസ് 14 ആയി. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേഷനാണ്. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഒക്കെ യൂസ് ചെയ്യേണ്ട കോൺസെപ്റ്റാണ്. ഒരു സൊല്യൂഷൻ്റെ പി എച്ച് വാല്യൂയും പി ഒ എച്ച് വാല്യൂയും കൂടെ ആഡ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ എത്രയായിരിക്കും? വാല്യൂ എത്രയായിരിക്കും? 14. കണ്ടീഷൻ ഉണ്ട്, ദ ടെമ്പറേച്ചർ ഷുഡ് ബി കെപ്റ്റ് അറ്റ് 25 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ നമ്മൾ പറയാറുണ്ട്, നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, ഒരു സബ്സ്റ്റൻസിൻ്റെ ആസിഡ് എന്ന് പറയുകയാണെങ്കിൽ പി എച്ച് വാല്യൂ 7 കുറയും, ബേസിൻ്റെ പി എച്ച് വാല്യൂ 7 കൂടും, ന്യൂട്രൽ സബ്സ്റ്റൻസിൻ്റെ പി എച്ച് വാല്യൂ 7. പക്ഷെ നമ്മളിപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് പി എച്ച് വാല്യൂ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ പി എച്ച് സ്കെയിൽ ആക്ച്വലി ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ. ഓക്കെ, നമ്മൾ 25 ഡിഗ്രി സെൽഷ്യസിലെ പി കെ ഡബ്ല്യു നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പി എച്ചും പി ഒ എച്ചും ആക്ച്വലി ഡിപ്പെൻഡ്സ് ഓൺ പി കെ ഡബ്ല്യു. പി കെ ഡബ്ല്യുവിൻ്റെ വാല്യൂ എന്താണോ അതിനെയാണ് നമ്മൾ പി എച്ചും പി ഒ എച്ചും ഡിപ്പെൻഡ് ചെയ്യണത്. അപ്പോൾ നമ്മൾ 25 ഡിഗ്രി സെൽഷ്യസിലാണ് കാര്യങ്ങൾ കൺസിഡർ ചെയ്യണമെങ്കിൽ പി കെ ഡബ്ല്യുവിൻ്റെ വാല്യൂ എത്രയാണ്? 14. അപ്പോൾ നമുക്ക് പറയാം രണ്ടുപേരുടെ മാക്സിമം വാല്യൂ എത്രയാണ്? 14 ആണ്. ഓക്കെ, ദാറ്റ് മീൻസ് പി എച്ച് സ്കെയിൽ 0 to 14 ആണ്. എപ്പോഴാ? ഇഫ് ദ ടെമ്പറേച്ചർ ഈസ് അറ്റ് 25 ഡിഗ്രീസ്. അപ്പോൾ 25 ഡിഗ്രി സെൽഷ്യസിലെ പി എച്ച് സ്കെയിൽ 0 to 14 ആണ്. അപ്പോൾ ന്യൂട്രൽ സബ്സ്റ്റൻസിൻ്റെ പി എച്ച് വാല്യൂ എന്തായി? 7. അപ്പോൾ 7 കുറഞ്ഞാൽ ആസിഡിക്കും 7 കൂടിയാൽ എന്തായി? ബേസിക്കായി. അപ്പോൾ ന്യൂട്രൽ വാട്ടറിൻ്റെ പി എച്ച് നമുക്ക് എന്താ പറയാം? 7 എന്ന് പറയാം. 90 ഡിഗ്രി സെൽഷ്യസിൽ ഞാൻ ഈ പറഞ്ഞ ഫിനോമിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് അറ്റ് 90 ഡിഗ്രി സെൽഷ്യസ് പി എച്ച് പ്ലസ് പി ഒ എച്ച് ഇസ് ഈക്വൽ ടു പി കെ ഡബ്ല്യു. ആ പി കെ ഡബ്ല്യുവിന് 90 ഡിഗ്രി സെൽഷ്യസിലെ വാല്യൂ എത്രയാണ്? 10⁻⁻12 ആണ്. ശരിയല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് അറ്റ് 90 ഡിഗ്രി സെൽഷ്യസ് കെ ഡബ്ല്യു ഇസ് ഈക്വൽ ടു 10⁻⁻12. അപ്പോൾ മൈനസ് ലോഗ് 10⁻⁻12 എത്രയാണ്? 12 ആണ്. അപ്പോൾ പി എച്ച് പ്ലസ് പി ഒ എച്ച് ഇസ് ഈക്വൽ ടു പി കെ ഡബ്ല്യു, ദാറ്റ് ഈസ് ഈക്വൽ ടു 12. അപ്പോൾ നമ്മൾ പി എച്ച് സ്കെയിൽ 90 ഡിഗ്രി സെൽഷ്യസിലാണ് കൺസിഡർ ചെയ്യണമെങ്കിൽ ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം 0 എൻഡ്സ് വിത്ത് 12. ഇപ്പം 90 ഡിഗ്രി സെൽഷ്യസിലെ പി എച്ച് സ്കെയിൽ ഏതുവരെ ഉള്ളൂ? 12 വരെ ഉള്ളൂ.
അപ്പോൾ വാട്ടറിൻ്റെ പി എച്ച് എത്രയായി 6. ഈവൻ ദെൻ ഇറ്റ് ഈസ് ന്യൂട്രൽ. 6-നേക്കാളും കുറഞ്ഞാൽ അസിഡിക്, 6-നേക്കാളും കൂടിയാലോ ബേസിക്. അപ്പോൾ പി എച്ച് സ്കെയിൽ ഈസ് ആക്ച്വലി ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണെന്ന് മനസ്സിലാക്കുക. നമ്മൾ നോർമലി എല്ലാ കാര്യങ്ങളും പറയുന്നത് 25 ഡിഗ്രി സെൽഷ്യസിനെ ബേസ് ചെയ്തിട്ടാണ്. പക്ഷേ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ന്യൂട്രൽ സബ്സ്റ്റൻസിൻ്റെ പി എച്ച് വാല്യൂ കുറഞ്ഞു വരും. ഇപ്പോൾ 25 ഡിഗ്രി സെൽഷ്യസിൽ ന്യൂട്രൽ വാട്ടറിൻ്റെ പി എച്ച് 7 ആണെങ്കിൽ 90 ഡിഗ്രി സെൽഷ്യസിലെ വാട്ടറിൻ്റെ പി എച്ച് എത്രയാണ് 6. ഈവൻ ദെൻ ഇറ്റ് ഈസ് ന്യൂട്രൽ. അപ്പോൾ 6-നേക്കാളും കുറഞ്ഞാൽ അസിഡിക്കും, 6-നേക്കാളും കൂടിയാൽ ബേസിക്കും. കിട്ടിയല്ലോ. അപ്പോൾ പി എച്ച് സ്കെയിൽ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? pKw. pKw എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ടെമ്പറേച്ചർ. നമുക്ക് പറയാം പി എച്ച് സ്കെയിൽ ആക്ച്വലി ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ. അപ്പോൾ എന്താണ് പി എച്ച് പി ഒ എച്ച് എന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഒരു ആസിഡിൻ്റെ H+ൻ്റെ കോൺസെൻട്രേഷനെ എക്സ്പ്രസ് ചെയ്യുന്നൊരു രീതിയാണ് പി എച്ച്. ബേസിൽ OH- കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്ന രീതിയാണ് പി ഒ എച്ച്. ഓക്കെ, അപ്പോൾ പി എച്ച് ഇസ് ഈക്വൽ ടു -log H+, പി ഒ എച്ച് ഇസ് ഈക്വൽ ടു -log OH-. ഓക്കെ, at 25 degrees Celsius pH plus BOH is equal to pH plus BOH is equal to 14. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്കൊരു 2-3 സിമ്പിൾ എക്സാമ്പിൾസ് നോക്കാം. എങ്ങനെ നമ്മളൊരു ആസിഡിൻ്റെ പി എച്ച് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു ആസിഡിൽ കോൺസെൻട്രേഷൻ ഓഫ് H+ ഫോർ എ പർട്ടിക്കുലർ ആസിഡ്, കോൺസെൻട്രേഷൻ ഓഫ് H+ is 1 × 10⁻² മോളാർ. ഓക്കെ, ആസിഡിലെ H+ൻ്റെ കോൺസെൻട്രേഷൻ 1 × 10⁻² മോളാർ ആണെങ്കിൽ വാട്ട് ഈസ് ഇറ്റ്സ് പി എച്ച്? അപ്പോൾ നമുക്കറിയാം പി എച്ച് ഇസ് ഈക്വൽ ടു -log concentration of H+. ഓക്കെ, ഇറ്റ് ഈസ് ഈക്വൽ ടു -log 1 × 10⁻² -2 ആണ്, 10⁻² ആണ്. അപ്പോൾ -log 10⁻², log 10⁻² എന്തുവാ 2, -2 അല്ലേ? അപ്പോൾ -2. ഓക്കെ, തിരിച്ചു പറഞ്ഞാൽ ഒരു സൊല്യൂഷൻ്റെ പി എച്ച് വാല്യൂ 4 ആണെന്ന് വിചാരിക്കാം. If pH value of a solution is 4, then what will be the concentration of H+? 10⁻⁻4. Okay, കോൺസെപ്റ്റ് മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ H+ൻ്റെ കോൺസെൻട്രേഷൻ എന്താണോ അതിൻ്റെ നെഗറ്റീവ് ലോഗ് എടുത്തിട്ടാണ് നമ്മൾ പി എച്ച് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി പി എച്ച് എന്താണോ, ഇഫ് പി എച്ച് ഓഫ് എ സൊല്യൂഷൻ ഈസ് X, then concentration of H+ is equal to 10⁻⁻⁻⁻⁻. ഇതാണ് നമ്മുടെ കോൺസെപ്റ്റ്. ക്ലിയർ ആണല്ലോ. ഇതുപോലെ തന്നെയാണ് നമ്മൾ ബേസിൻ്റെ കാര്യം പറഞ്ഞത്. ബേസിൻ്റെ കാര്യത്തിൽ OH- ആണുള്ളത്. ആ OH- കോൺസെൻട്രേഷൻ എത്രയാണോ അതിൻ്റെ നെഗറ്റീവ് ലോഗ് എടുക്കുമ്പോൾ POH ആയി. ഓക്കെ, നമ്മളിനി ആസിഡ്സിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ സപ്പോസ് വാട്ട് ഈസ് ദ പി എച്ച് ഓഫ് 0.01 മോളാർ HCl? ഇതാണ് ക്വസ്റ്റ്യൻ. നമ്മളതിൽ 0.01 മോളാർ HCl ഉണ്ട്. ആ 0.01 മോളാർ HClയുടെ പി എച്ച് കാൽക്കുലേറ്റ് ചെയ്യണം. ഇതാണ് നമ്മൾ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് പി എച്ച് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ആക്ച്വലി എന്ത് വേണം? പി എച്ച് ഇസ് ഈക്വൽ ടു -log H+ എന്നാണ്. അപ്പോൾ നമുക്ക് H+ൻ്റെ കോൺസെൻട്രേഷൻ വേണം. ഈ 0.01 മോളാർ HCl ഡിസോസിയേറ്റ് ചെയ്തല്ലേ നമുക്ക് H+ കിട്ടുക. HCl ഡിസോസിയേറ്റ് ചെയ്താൽ it splits into H++ Cl-. ഓക്കെ, HCl സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് അല്ലേ, സ്ട്രോങ് ആസിഡ് അല്ലേ. അപ്പോൾ സ്ട്രോങ് ആസിഡ് എന്ത് ചെയ്യും? കംപ്ലീറ്റ് എടുക്കുന്ന അമൗണ്ട് എത്രയാണോ അത്രയും കംപ്ലീറ്റ് ഡിസോസിയേറ്റ് ചെയ്ത് പോകും. 1 മോൾ HCl ആണ് ഡിസോസിയേറ്റ് ചെയ്യണമെങ്കിൽ 1 മോൾ H+, 1 മോൾ Cl-. ഇപ്പോൾ എത്രയാണ് നമ്മുടെ കയ്യിലുള്ളത്? 0.01 മോളാർ ഇല്ലേ? ആ 0.01 മോളാർ കംപ്ലീറ്റ് ഡിസോസിയേറ്റ് ചെയ്താൽ 0.01 മോളാർ തന്നെ H+ കിട്ടും, 0.01 മോളാർ Cl- കിട്ടും. അപ്പോൾ 0.01 മോളാർ H+ കിട്ടി. ഓക്കെ, പി എച്ച് അല്ലേ വേണ്ടേ? പി എച്ച് ഇസ് ഈക്വൽ ടു -log 0.01 ഞാൻ 10⁻² എന്ന് എഴുതിയാണെങ്കിൽ പി എച്ച് എത്രയായി? 2. ഓക്കെ, what is the pH of 0.001 molar NaOH? നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് 0.001 മോളാർ NaOHൻ്റെ പി എച്ച് ആണ്. മനസ്സിലായോ?
POH അല്ല കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, PH ആണ്. പക്ഷെ നമുക്ക് ഡയറക്റ്റ് NaOH നിന്ന് H+ കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ആദ്യം POH കാൽക്കുലേറ്റ് ചെയ്യും. NaOH ഡിസോസിയേറ്റ് ചെയ്താൽ Na+ഉം OH- കിട്ടില്ലേ? NaOH സ്ട്രോങ് ബേസ് അല്ലേ? അപ്പോൾ എടുക്കുന്ന അമൗണ്ട് കംപ്ലീറ്റ് ഡിസോസിയേറ്റ് ചെയ്ത് പോവാം. 0.001 എന്ന് പറഞ്ഞാൽ 10⁻³ മോളാർ ആണ്. ആ 10⁻³ മോളാർ NaOH സ്പ്ലിറ്റ് ചെയ്താൽ 10⁻³ മോളാർ Na+ കിട്ടും. 10⁻³ മോളാർ തന്നെ OH- കിട്ടും. പെട്ടെന്ന് നമുക്ക് POH കാൽക്കുലേറ്റ് ചെയ്തൂടെ? POH is equal to minus of log OH minus. Okay, it is equal to minus of log 10⁻³ അത് എത്രയാ? 3 അല്ലേ? log 10⁻³ -3 ആണ്. -3 + 3. അപ്പോൾ നമുക്ക് POH കിട്ടി. എത്രയാണെന്ന് കിട്ടി? 3 എന്ന് കിട്ടി. പക്ഷെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത് എന്തുവാ? PH ആണ്. ഇപ്പം നമ്മൾ നോർമലി എല്ലാ റിയാക്ഷൻസും നടക്കുന്നത് 25 ഡിഗ്രി സെൽഷ്യസിൽ എന്നാണ് പറയുക. അപ്പോൾ 25 ഡിഗ്രി സെൽഷ്യസിൽ PHഉം POHും തമ്മിൽ കണക്ഷൻ ഉണ്ട്. PH + POH is equal to 14. അത് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ POH 3 ആണെങ്കിൽ PH എത്രയാണ്? 11. ദാറ്റ് ഈസ് 14 - 3. കോൺസെപ്റ്റ് മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ NaOH ബേസിക് ആണെന്ന് അറിയാം. ബേസിക് സബ്സ്റ്റൻസിൻ്റെ PH വാല്യൂ 7-നേക്കാളും കൂടും എന്നറിയാം. ഇപ്പോൾ PH എത്ര കിട്ടി? 11. POH എത്ര കിട്ടി? 3. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ PHഉം POHും കാൽക്കുലേറ്റ് ചെയ്യുക. അതിൽ നിന്ന് കിട്ടുന്ന H+ൻ്റെയും OH- എമൗണ്ട് നോക്കുക. ദെൻ ഇങ്ങനെയാണ് വിചാരിക്കുക. വാട്ട് ഈസ് ദ PH ഓഫ് 0.005 മോളാർ H2SO4. ഇപ്പോൾ സൾഫ്യൂരിക് ആസിഡ് ഉണ്ട്. സൾഫ്യൂരിക് ആസിഡിൻ്റെ മൊളാരിറ്റി 0.005 ആണ്. നോക്കാം നമുക്ക്. സൾഫ്യൂരിക് ആസിഡ് ഡൈബേസിക് ആണ്. അപ്പോൾ അത് കംപ്ലീറ്റ് ഡിസോസിയേറ്റ് ചെയ്യും. നമ്മൾ 2 സ്റ്റെപ്പും കൂടെ സിംഗിൾ സ്റ്റെപ്പായിട്ട് കൺസിഡർ ചെയ്താൽ ഇറ്റ് സ്പ്ലിറ്റ്സ് ഇൻ ടു 2H++ SO4 2-. ഓക്കെ, 0.005 അല്ലേ? 0.005 മോളാർ. ഇനി നോക്കുക സ്റ്റോയിച്ചിയോമെട്രി. 1 മോൾ H2SO4 അല്ലെങ്കിൽ 1 മോളാർ H2SO4 സ്പ്ലിറ്റ് ചെയ്താൽ 2 മോളാർ H+ അല്ലേ കിട്ടുക? ഡിസോസിയേറ്റ് ചെയ്യുന്ന സൾഫ്യൂരിക് ആസിഡിൻ്റെ 2 ടൈംസ് ആണ് ഫോം ചെയ്യുന്ന H+ൻ്റെ അമൗണ്ട്. അപ്പോൾ 0.005 മോളാർ H2SO4 ഡിസോസിയേറ്റ് ചെയ്താൽ അതിൻ്റെ 2 ടൈംസ് കിട്ടും. ദാറ്റ് ഈസ് 0.01 മോളാർ H+ കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ PH is equal to minus log 10⁻². It is equal to 2. മനസ്സിലായി? ഓക്കെ, അപ്പോൾ ആസിഡിൽ നമ്മൾ ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് PH ഓഫ് എ സ്ട്രോങ് ആസിഡാണ്. സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസും. അപ്പോൾ സ്ട്രോങ് ആണ് എടുക്കുന്ന സബ്സ്റ്റൻസസ് സ്ട്രോങ് ആണെങ്കിൽ എടുക്കുന്ന അമൗണ്ട് കംപ്ലീറ്റ് ഡിസോസിയേറ്റ് ചെയ്ത് പോകും. അപ്പോൾ H+ ആണെങ്കിൽ H+ൻ്റെ കോൺസെൻട്രേഷൻ അവിടെ നിന്ന് കിട്ടും. OH ആണെങ്കിൽ OH- കോൺസെൻട്രേഷൻ അവിടെ നിന്ന് കിട്ടും. അതിൽ നിന്ന് PH ആണെങ്കിൽ PH കാൽക്കുലേറ്റ് ചെയ്യുക, POH ആണെങ്കിൽ POH കാൽക്കുലേറ്റ് ചെയ്യാം. ഇഫ് ദ ആസിഡ് ആൻഡ് ബേസ് ആർ സ്ട്രോങ് ആണെങ്കിൽ കംപ്ലീറ്റ് ഡിസോസിയേറ്റ് ചെയ്ത് പോകും എന്ന് ഓർക്കുക. ദെൻ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ എന്ന് വിചാരിക്കുക. 0.001 മോളാർ H2SO4. 0.001 മോളാർ H2SO4 എടുത്തു. അപ്പോൾ സൾഫ്യൂരിക് ആസിഡ് ഡിസോസിയേറ്റ് ചെയ്യണം. H2SO4 gives 2H++ SO4 2-. എടുത്തിരിക്കുന്ന അമൗണ്ട് 0.001 ആണ് അല്ലേ? 2 ടൈംസ് അല്ലേ H+ൻ്റെ കോൺസെൻട്രേഷൻ. So this becomes 0.002 മോളാർ. അപ്പോൾ നമുക്ക് H+ൻ്റെ കോൺസെൻട്രേഷൻ കിട്ടി. 0.002 മോളാർ ആണ്. PH കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാം. PH is equal to minus of log 0.002 ഞാൻ 2 × 10⁻³ എന്ന് എഴുതും. മൈനസ് ലോഗ് 2 × 10⁻³ ഓക്കെ. നമ്മൾ കുറച്ച് മുന്നേ ഇവിടെ കുറച്ച് ഫോർമുലാസ് എഴുതിയിട്ടുണ്ട്. ലോഗ് A × B is equal to log A plus log B എന്നൊരു ഫോർമുല പറഞ്ഞിട്ടുണ്ടായിരുന്നു.
രണ്ട് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റിൻ്റെ ലോഗ് എടുക്കണമെങ്കിൽ സെപ്പറേറ്റ് നമ്പേഴ്സിൻ്റെ ലോഗ് എടുത്തിട്ട് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ലോഗ് 2 × 10⁻³ നമ്മൾ എങ്ങനെ ചെയ്യുമെന്ന് വെച്ചാൽ മൈനസ് ഓഫ് ലോഗ് 2 പ്ലസ് അടുത്ത നമ്പർ 10⁻³ ലോഗ് 10⁻³ ആണല്ലോ. ലോഗ് 2 തൽക്കാലം അവിടെ നിൽക്കട്ടെ. ലോഗ് 10⁻³ എത്രയാണ്? ലോഗ് 10⁻³ -3 ആണ്. ബ്രാക്കറ്റ് പുറത്തൊരു മൈനസ് ഉണ്ട്. ഓക്കെ, ഈ മൈനസ് കൊണ്ട് ഞാൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണമെന്ന് വിചാരിക്കാം. മൈനസ് കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ മൈനസ് ലോഗ് 2 പ്ലസ്, മനസ്സിലാവുന്നുണ്ടോ? മൈനസ് ലോഗ് 10⁻³ ലോഗ് 10⁻³ -3 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്. അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതാം? 3 മൈനസ് ലോഗ് 2 3 മൈനസ് ലോഗ് 2 അതാണ് PH. ഓക്കെ, ലോഗ് 2 തൽക്കാലം നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചോ. ലോഗ് 2 എന്ന് പറഞ്ഞാൽ 0.3 0.3010 എന്നാണ്. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ മിക്കവാറും 0.3 എടുക്കാറുള്ളൂ. ഓക്കെ, ഞാൻ കുറച്ച് നമ്പേഴ്സിൻ്റെ ലോഗ് പറയാം. ലോഗ് 2, ലോഗ് 1 0 ആണ്. ലോഗ് 2 കിട്ടി. ഈ ലോഗ് 2 ഉണ്ടെങ്കിൽ നമുക്ക് ലോഗ് 4 എഴുതാം. ലോഗ് 2ൻ്റെ 2 ടൈംസ് ആണ് 0.6020. ലോഗ് 8 ഇത് ലോഗ് a⁻m = m log a എന്നൊരു ഫോർമുല ഉണ്ട്. ലോഗ് a⁻m = m × log a. ലോഗ് 4 എന്ന് പറഞ്ഞാൽ ലോഗ് 2ൻ്റെ സ്ക്വയറാണ്. 2 സ്ക്വയറാണ് 4. അപ്പോൾ ലോഗ് 2² എന്ന് പറഞ്ഞാൽ 2 × log a. ഓക്കെ, 8 എന്ന് പറഞ്ഞാൽ ലോഗിൻ്റെ 2ൻ്റെ ക്യൂബാണ്. ലോഗ് 8 = ലോഗ് 2ൻ്റെ ക്യൂബാണ്. അപ്പോൾ 3 × log 2 ആണ് ലോഗ് 8. ഓക്കെ, so it is 0.9030. ലോഗ് 5, ലോഗ് 5ൻ്റെ വാല്യൂ 0.7 ആണ്. 0.699 ആണ്. തൽക്കാലം നിങ്ങളത് 7 എടുത്തോ. അപ്പോൾ ലോഗ് 2ൻ്റെ വാല്യൂ എത്രയാണ്? 0.3. ദിസ് ഈസ് ഈക്വൽ ടു 2.7. ഓക്കെ, ഈ നമ്പേഴ്സിൻ്റെ ലോഗ് ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചോ. ഓക്കെ, ലോഗ് 5 കണ്ടുപിടിക്കുന്നത് ലോഗ് 10/2 എന്നൊക്കെയാണ്. ലോഗ് 10/2 ലോഗ് a/b = ലോഗ് a - ലോഗ് b നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലോഗ് a/b = ലോഗ് a - ലോഗ് b. ഓക്കെ, അപ്പോൾ ലോഗ് 10/2 നമ്മൾ എങ്ങനെ എഴുതും? ലോഗ് 10 - ലോഗ് 2. ലോഗ് 10 എത്രയാണ്? 1 - ലോഗ് 2. 1 - ലോഗ് 2 എന്ന് പറഞ്ഞാൽ ലോഗ് 2നെ 0.3 എന്ന് എടുത്താൽ ലോഗ് 5 അങ്ങനെയായി. അങ്ങനെയാണ് ലോഗ് 5.7 കിട്ടിയത്. ഓക്കെ, കുറേ ലോഗിൻ്റെ ബാക്കി കൂടെ കാര്യങ്ങളുണ്ട്. നമ്മൾ അടുത്ത ഓരോരോ ക്ലാസ്സിലായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പം ഇതിങ്ങനെ കിട്ടിയിട്ടുണ്ടാവും 3 - ലോഗ് 2. ലോഗ് 2ൻ്റെ വാല്യൂ 0.3 എന്ന് എടുത്താൽ PH എത്രയായി? 2.7. ഓക്കെ, അപ്പം നമ്മൾ ഈ സ്റ്റെപ്സ് ഒന്നും എഴുതണം നിർബന്ധമില്ല. ഇങ്ങനെ വരുന്നു വിചാരിക്കുക. ഏതെങ്കിലും നമ്മളൊരു പ്രോബ്ലം ചെയ്തു വരുമ്പോൾ, ഏതെങ്കിലും ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ മൈനസ് ലോഗ് x × 10⁻⁻y എന്ന ഫോമിൽ എവിടെയെങ്കിലും വന്നാൽ, അതിപ്പോൾ PH തന്നെ വരണമെന്നില്ല, വേറെ പ്രോബ്ലം ചെയ്യുമ്പോഴായാലും ശരി, എവിടെയെങ്കിലും മൈനസ് ലോഗ് x × 10⁻⁻y എന്ന് വന്നാൽ, അതിപ്പോൾ നമ്മൾ മൈനസ് കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം, a × b ഫോമൊക്കെ അപ്ലൈ ചെയ്യണം, അറേഞ്ച് ചെയ്തൊക്കെ എഴുതേണ്ടി വരും. നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യണ്ട. ഇത് നേരെ ഇങ്ങനെ എഴുതിക്കോ, y - log x. ഓക്കെ, അപ്പോൾ മൈനസ് ഓഫ് ലോഗ് x × 10⁻⁻y സിംപ്ലിഫൈ ചെയ്താൽ കിട്ടുന്നത് എങ്ങനെയായിരിക്കും? y - log x. ഇപ്പോൾ എക്സാമ്പിൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നോക്കിക്കോ. നിങ്ങൾ മൈനസ് ലോഗ് 2 × 10⁻³ ചെയ്തേ. മൈനസ് ലോഗ് 2 × 10⁻³ സിംപ്ലിഫൈ ചെയ്ത് വന്നപ്പോൾ ലോഗ് എങ്ങനെയായി? 3 - ലോഗ് 2. 3 - ലോഗ് 2. അതാ പറഞ്ഞത് മൈനസ് ലോഗ് x × 10⁻⁻y എന്നാണെങ്കിൽ y - log x എന്നായിരിക്കും. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ. ഇടയ്ക്കുള്ള സ്റ്റെപ്സ് ഒന്നും എഴുതാൻ നിൽക്കേണ്ട. ഓക്കെ, 4 × 10⁻² എന്നാണെങ്കിൽ
മൈനസ് ലോഗ് 4 ഇൻറ്റു 10⁻² എന്നാണ് വരുന്നതെങ്കിൽ നിങ്ങൾ എങ്ങനെ എഴുതും? ദിസ് ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതേണ്ടി വരിക? 2 മൈനസ് ലോഗ് 4. ഓക്കെ, ദാറ്റ് ഈസ് മൈനസ് ലോഗ് എക്സ് ഇൻറ്റു 10⁻⁻y ഇസ് ഈക്വൽ ടു y മൈനസ് ലോഗ് എക്സ്. ഒരു സ്ട്രോങ് ആസിഡിൻ്റെയും സ്ട്രോങ് ബേസിൻ്റെയും pH കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ബേസ് ആണ്, ഒരു വീക്ക് ആസിഡ് ആണെന്ന് വിചാരിക്കുക. ആസിഡ് വീക്ക് ആണെങ്കിൽ ബേസ് വീക്ക് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ വീക്ക് ആസിഡ് സപ്പോസ് ഇപ്പോൾ HA എന്നാണ് ആസിഡ്. ഇത് സ്പ്ലിറ്റ് ചെയ്താൽ H++A- കിട്ടണമല്ലോ. ഞാൻ 0.01 മോളാർ HA എടുത്തു വിചാരിക്കാം. അപ്പോൾ ഇവിടുത്തെ കോൺസെൻട്രേഷൻ എത്രയാണ്? 0.01 മോളാർ. ഇത് സ്ട്രോങ് ആസിഡ് ആയിരുന്നുവെങ്കിൽ എത്ര മോളാർ H+ കിട്ടിയേനെ? 0.01 മോളാർ തന്നെ H+ കിട്ടിയേനെ. ഓക്കെ, പക്ഷേ ആസിഡ് സ്ട്രോങ് അല്ല, വീക്കാണ്. അപ്പോൾ എടുക്കുന്ന എമൗണ്ട് കംപ്ലീറ്റ് എന്തായിട്ട് മാറില്ല? H+ ആയിട്ട് മാറില്ല. ഓക്കെ, അപ്പോൾ ഇൻ ദ കേസ് ഓഫ് വീക്ക് ആസിഡ് നമ്മൾ കോൺസെൻട്രേഷൻ ഓഫ് H+ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും, തന്നിരിക്കുന്ന എമൗണ്ട് കംപ്ലീറ്റ് ഡിസോസിയേറ്റ് ചെയ്യാത്തത് കാരണം. നിങ്ങൾ ഓസ്റ്റ്വാൾസ് ഡയലൂഷനിലോ അവിടെ നമ്മൾ പഠിച്ചപ്പോൾ ഒന്ന് അതിലേക്കൊന്ന് റിവൈസ് ചെയ്ത് നോക്കിക്കോ. ഇതിൻ്റെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ എന്ന് പറഞ്ഞു. നമ്മൾ ഡിസോസിയേറ്റ് ചെയ്യുന്ന എമൗണ്ട്, ദാറ്റ് ഇസ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഓഫ് ദാറ്റ് വീക്ക് ആസിഡ് ഇസ് ആൽഫ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ബാക്കി വരുന്നത് സി ഇൻറ്റു 1 മൈനസ് ആൽഫ എന്ന് പറഞ്ഞു. എത്ര H+ ഉണ്ട്? സി ആൽഫ. ഇത് എത്രയായിരുന്നു? സി ആൽഫ. അങ്ങനെ ചെയ്ത ഓർമ്മയുണ്ടല്ലോ അല്ലേ? അപ്പോൾ വീക്ക് ആസിഡിൻ്റെ കാര്യത്തിൽ കോൺസെൻട്രേഷൻ ഓഫ് H+ എന്താണ്? എടുക്കുന്ന കോൺസെൻട്രേഷൻ ഇൻറ്റു ആൽഫയാണ്. ഓക്കെ, അപ്പോൾ ഈ ആൽഫ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? 1 മോളാറിൽ നിന്ന് ഡിസോസിയേറ്റ് ചെയ്ത് പോകണം എമൗണ്ടാണ്. 1 മോളാറിൽ നിന്ന് ആൽഫ ഡിസോസിയേറ്റ് ചെയ്ത് പോയാൽ അല്ല 0.01 മോളാറിൽ നിന്ന് എത്ര ഡിസോസിയേറ്റ് ചെയ്യേണ്ടി വരും? 0.01 ഇൻറ്റു ആൽഫ. ഓക്കെ, അപ്പോൾ നമ്മൾ വീക്ക് ആസിഡിൻ്റെ H+ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു പറയാണ് കേട്ടോ. ഇൻ ദ കേസ് ഓഫ് വീക്ക് ആസിഡ്, കോൺസെൻട്രേഷൻ ഓഫ് H+ is equal to C into alpha, where C is the concentration of the acid taken. എടുത്ത ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ, ആൽഫ അതിൻ്റെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. അപ്പോൾ ഇങ്ങനെ എഴുതണമെങ്കിൽ എന്തൊക്കെ തന്നിട്ടുണ്ടാവണം? എടുത്ത ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ടാവണം, ആ ആസിഡിൻ്റെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷനും അറിയണം. ഓക്കെ, ചില സമയങ്ങളിൽ ആൽഫ തരാറില്ല. ആൽഫയ്ക്ക് പകരം ഡിസോസിയേഷൻ കോൺസ്റ്റൻ്റ് തന്നിട്ടുണ്ടാവുക, Ka. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും വെച്ചാൽ ഓസ്റ്റ്വാൾസ് ഡയലൂഷനിൽ എന്താണ്? ആൽഫ ഈസ് ഈക്വൽ ടു √Ka/C. ഇത് നമുക്കറിയില്ലേ? അപ്പോൾ ആൽഫയ്ക്ക് പകരം നമുക്ക് എന്താ അപ്ലൈ ചെയ്യാം? ക്വസ്റ്റനിൽ ആൽഫ തന്നിട്ടില്ല, ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഇല്ല, പകരം ഉള്ളത് K ആണ്. അപ്പോൾ നമ്മൾ ആൽഫേനെ എങ്ങോട്ട് കൺവേർട്ട് ചെയ്തു? Kയിലോട്ട് കൺവേർട്ട് ചെയ്തു. ആൽഫയെ മാറ്റി K ആക്കുമ്പോൾ √Ka/C എന്ന് വരും. സോ ദിസ് ഇസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് H+ ഇസ് ഈക്വൽ ടു C ഇൻറ്റു ആൽഫ എന്ന് പറഞ്ഞ സംഭവം എന്തുവാ? √Ka/C. സ്ക്വയർ റൂട്ടിന് പുറത്തുള്ള സീനെ ഞാൻ സ്ക്വയർ റൂട്ടിന് ഉള്ളിലേക്ക് കൊണ്ടുപോകുമ്പോൾ C² ആയിട്ട് മാറും. ഓക്കെ, ദിസ് ഇസ് ഈക്വൽ ടു √Ka ഇൻറ്റു C²/C. അത് സിംപ്ലിഫൈ ചെയ്താൽ C ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ എഗെയിൻ കോൺസെൻട്രേഷൻ ഓഫ് H+ is equal to √Ka into C. Okay, Ka into C. പിടിയോ? ഇനി സി ഇല്ല, K ഉണ്ട്, ആൽഫ ഉണ്ട്. അപ്പോൾ നമ്മൾ സീനെ മാറ്റിയിട്ട് എന്ത് ചെയ്യും? ആൽഫയിലോട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, ഇതിനെ സ്ക്വയർ ചെയ്താൽ C alpha² is equal to Ka. Okay, then C is equal to Ka/alpha². അപ്പോൾ അത് അപ്ലൈ ചെയ്താലോ? കോൺസെൻട്രേഷൻ ഓഫ് H+ is equal to C. ഇവിടുത്തെ സീന് എല്ലാത്തിൻ്റെ ബേസിക് ഇതാണ് കേട്ടോ. അപ്പോൾ സി ഇല്ലെങ്കിൽ സീന് കറസ്പോണ്ടിങ് ടേം അപ്ലൈ ചെയ്യുക, ആൽഫ ഇല്ലെങ്കിൽ ആൽഫയുടെ കറസ്പോണ്ടിങ് ടേം അപ്ലൈ ചെയ്യുക. അപ്പോൾ സിക്ക് പകരം ഞാൻ Ka/alpha² കൊടുത്താൽ Ka/alpha² ഇൻറ്റു ആൽഫ. ആൽഫ ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ അഗെയിൻ വി ക്യാൻ റൈറ്റ് കോൺസെൻട്രേഷൻ ഓഫ് H+ is equal to Ka/alpha.
ഇങ്ങനെയാണ് നമ്മളൊരു വീക്ക് ആസിഡിൻ്റെ H+ൻ്റെ കോൺസെൻട്രേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ പറയാം, കാൽക്കുലേറ്റ് ദ pH ഓഫ് 0.01 മോളാർ വീക്ക് ആസിഡ് ഹാവിങ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ 0.5 അല്ലെങ്കിൽ വിച്ച് ഈസ് 0.5% ഡിസോസിയേറ്റഡ്. അപ്പോൾ ആൽഫയുടെ വാല്യൂ എന്തായി? 0.5. കോൺസെൻട്രേഷൻ എന്തായി? 0.01. അപ്പോൾ ആ C ഇൻറ്റു ആൽഫ ചെയ്യുക, 0.005. ഓക്കെ, അതിൻ്റെ നെഗറ്റീവ് ലോഗ് എടുക്കുക. മനസ്സിലായല്ലോ? അപ്പോൾ ഇൻ ദ കേസ് ഓഫ് weak acid, concentration of H+ is equal to C alpha or square root of Ka into C or Ka by alpha. Weak base ആണെന്ന് വിചാരിക്കുക. ഇതുപോലെ നമുക്ക് എഴുതാം. In the case of weak base, K ന് പകരം Kb എന്ന് വരും. അപ്പോൾ ബേസ് എന്ന് കിട്ടുന്നത് OH മൈനസ് ആണ്. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് ഇസ് ഈക്വൽ ടു, ഇതിങ്ങനെയാണെങ്കിൽ BOH is equal to B plus plus OH minus. ഇത് C into 1 minus alpha, ഇത് C alpha, ഇത് C alpha. അപ്പോൾ വീക്ക് ബേസിൻ്റെ കോൺസെൻട്രേഷൻ ഓഫ് OH എന്തുവാ? C alpha. C alpha. Again concentration of OH minus is equal to square root of Kb into C. Again concentration of OH is equal to Kb by alpha. ഓക്കെ, അപ്പോൾ pH ആണ് വേണ്ടതെങ്കിൽ H+ൻ്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കുക, എന്നിട്ട് അതിന് നെഗറ്റീവ് ലോഗ് എടുക്കുക. POH ആണ് വേണ്ടതെങ്കിൽ OH മൈനസിൻ്റെ കോൺസെൻട്രേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക, അതിന് നെഗറ്റീവ് ലോഗ് എടുക്കുക. അപ്പോൾ pH ആയി POH ആയി. ഇങ്ങനെയാണ് വീക്ക് ആസിഡിൻ്റെയും വീക്ക് ബേസിൻ്റെയും pHും POHും കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഒരു ആസിഡിൻ്റെ pH വാല്യൂ അല്ലെങ്കിൽ POH വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും എന്നാണ്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമല്ലോ? സ്ട്രോങ് ആസിഡ് ആണെങ്കിൽ എത്ര അമൗണ്ട് ആസിഡാണ് എടുക്കുന്നത്, ആ ആസിഡ് കംപ്ലീറ്റ് ഡിസോസിയേറ്റ് ചെയ്ത് H+ ഫോം ചെയ്യാം. സോ ആ H+ ക്യാൻ ബി കാൽക്കുലേറ്റഡ് ഡയറക്ട്ലി ഫ്രം ദ അമൗണ്ട് ടേക്കൺ. ഓക്കെ, ഇനി എത്ര H+ പ്രൊഡ്യൂസ് ചെയ്യണോ അത്രയും കൊണ്ട് നമ്മൾ കോൺസെൻട്രേഷൻ മൾട്ടിപ്ലൈ. വീക്ക് ആസിഡ് ആണെങ്കിലോ വീക്ക് ബേസ് ആണെങ്കിലോ നമ്മൾ H+ൻ്റെ കോൺസെൻട്രേഷൻ കാൽക്കുലേറ്റ് ചെയ്ത ശേഷം അതിൽ നിന്ന് നെഗറ്റീവ് ലോഗ് എടുത്ത് പ്രോബ്ലം ചെയ്യും. ഓക്കെ, അപ്പോൾ pH എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ pHനെ കുറിച്ചുള്ള കുറച്ച് എക്സ്ട്രാ പ്രോബ്ലംസും കുറച്ച് എക്സ്ട്രാ കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇതിലുള്ള കോൺസെപ്റ്റ് ശരിക്കും പഠിക്കുക. ടെക്സ്റ്റിനകത്ത് പ്രോബ്ലംസ് ഉണ്ടാവും, പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. ഓക്കെ, താങ്ക് യു.